ആൾക്കാരെയും സക്സസ്ഫുൾ ഗ്ലോബലിന്റെ ഈ ഫാമിലി ഈവനിങ്ങിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആദ്യമായിട്ട് കടന്നു വന്ന ആൾക്കാരൊന്ന് കൈവെക്കാമോ, ഒന്ന് എഴുതി നിൽക്കാമോ? ആദ്യമായിട്ട് വന്ന ആൾക്കാരെല്ലാം ഒന്ന് സക്സസ്ഫുള്ളിയുടെ ക്ലാപ്പിലൂടെ അവരെ വെൽക്കം ചെയ്യാനാണ് ഫാമിലി. ഞങ്ങൾ സ്വന്തമായി ക്ലാപ്പൊക്കെയുള്ള ഫാമിലിയാണ്. താങ്ക് യു വെരി മച്ച് all your family members. I know that നിങ്ങൾ പല ആൾക്കാരും പല ലെവലിൽ നിന്നും ആൾക്കാരാണ്. There are doctors, advocates, engineers, ലേബർ ആൾക്കാർ, ഹൗസ് വൈഫ്, എല്ലാ ആൾക്കാരും ഒരുമിച്ചുള്ള ഈ ഫാമിലിയിൽ എന്താണ് നമ്മുടെ ലൈഫിൽ കിട്ടാൻ പോകുന്നത് എന്നാണ്. തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ എല്ലാ ലൈഫിൽ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് വിജയം എന്ന് പറയുന്നത്. ഒരാൾക്കും വിജയം അല്ലാതെ ഒരു ഓപ്ഷൻ, ആഗ്രഹം ലൈഫിലില്ല. പക്ഷേ ലൈഫ് എന്ന് പറയുന്ന ആ റിയാലിറ്റി ഷോ ആണല്ലോ. അവിടെ റിഹേഴ്സലുകളില്ല. ഓക്കെ, അവിടെ സിനിമ കഥകൾ പോലെയല്ല. ഏത് സമയത്തും പീസ്ഫുൾ ആയ ഹാപ്പി എൻഡിങ് ഉണ്ടാവണം നിർബന്ധമില്ല. ലൈഫ് ഈസ് എ സീരീസ് ഓഫ് ചാലഞ്ചസ് എന്നാ പറയാം. ഓക്കെ, അപ്പം അങ്ങനെ ചാലഞ്ചുകളാണ് നമ്മളെല്ലാ ലൈഫിൽ. ആവറേജ് ആണെങ്കിലും മിഡിൽ ക്ലാസ് ആണെങ്കിലും അപ്പർ മിഡിൽ ക്ലാസ് ആണെങ്കിലും ഒക്കെ നമ്മുടെയൊക്കെ ലൈഫ്. ഇതേപോലെ എൻ്റെ ലൈഫിൽ ഇതുപോലെ ചലഞ്ചുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു. 2000 ഞാൻ MBA കഴിഞ്ഞതാണ്. അതിനുശേഷം ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനിയിലേക്ക് ആദ്യത്തെ ജോലി കയറി. അതിനുശേഷം നോവൻ ഓഡിസൺ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്തു. അതാണ് എൻ്റെ ജോലി എക്സ്പീരിയൻസ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു വ്യക്തിയുടെ ഇൻവിറ്റേഷൻ പ്രകാരം ഇതേപോലെ മീറ്റിംഗിൽ വന്നത്. എനിക്കും ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നോ കമ്മ്യൂണിറ്റി കൊമേഴ്സ് എന്താണെന്നോ അറിയില്ലായിരുന്നു. പക്ഷെ ആ ഒറ്റ മീറ്റിംഗ് എൻ്റെ ലൈഫിൽ വ്യത്യാസം വരുത്തി. കാരണം എന്താണെന്നറിയുമോ? ഞാൻ വ്യത്യാസം വരാൻ ഇരുന്ന ആളായിരുന്നു. ഐ വാസ് എ സീക്കർ. ഓക്കെ, ബൈബിളിൽ മുട്ടുവിൻ തുറക്കപ്പെടുന്നു പറയും. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ മുട്ടിക്കൊണ്ടേ ഇരുന്ന വ്യക്തിയാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ, ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിൽ വലിയ നഷ്ടങ്ങളുടെ കഥ പറഞ്ഞ ഒരു ബാല്യകാലം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബിസിനസ് ഒക്കെ ചെയ്ത് വിജയിച്ച ആൾക്കാരെ കുറിച്ച് അറിയാമായിരുന്നു. ഞാൻ MBA പഠിച്ച സമയത്ത് വിജയിച്ച നിരവധി ആൾക്കാരുടെ സ്റ്റോറികൾ കേട്ടാണ് ഞങ്ങൾ വളർന്നത്. പക്ഷെ ഞങ്ങളുടെ ഫാമിലി മാത്രം ബിസിനസ്സിൽ പരാജയമായിരുന്നു. അപ്പൊ അങ്ങനെ ഫാദറിന് ഉണ്ടായ ചില ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്താണ്. സോ വി ലോസ്റ്റ് എ ബിഗ് മണി. വലിയ നഷ്ടമാണ് ഉണ്ടായത്. അന്ന് മുതൽ വാശിയായിരുന്നു ജീവിതത്തിൽ എന്തെങ്കിലും തിരിച്ചു വരണം. പക്ഷെ അറിയില്ലായിരുന്നു ഞാൻ തിരിച്ചു വരണം. സോ ആ പഠിത്തത്തിന് ശേഷം അങ്ങനെ ഇരുന്ന സമയത്ത് ഇതുപോലൊരു സീറ്റിൽ വന്നിരുന്നു. ആ സീറ്റിൽ വന്ന സമയത്ത് സ്റ്റേജിൽ സംസാരിച്ച ഒരു വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ ലൈഫിൽ ഡ്രീം ഉണ്ടോ? ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സ്വന്തമായ വിജയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവും. സോ ആദ്യമായിട്ട് വന്ന ആൾക്കാർ ഉൾപ്പെടെ ഓരോ ആൾക്കാരോടും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, സ്വന്തമായി ഡ്രീംസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഒന്ന് കൈപ്പൊക്കാം. സ്വന്തമായി ലൈഫിൽ ഡ്രീം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ, വെൽക്കം ടു സക്സസ്ഫുൾ ഗ്ലോബൽ, ദ ഡ്രീം യൂണിവേഴ്സിറ്റി. വാട്ട് വി ആർ ഡിസ്കസിങ് ഹിയർ, എന്താണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്? ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ ചെറിയ ഡ്രീം ആയിരിക്കാം, ചെറിയ സ്വപ്നമായിരിക്കാം. അതിനെ അതിശക്തമായി പവർഫുൾ ആക്കാനും അത് വിജയം ആക്കി മാറ്റാനും അത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാനും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജുകളാണ്, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളാണ് സക്സസ്ഫുൾ ഗ്ലോബൽ ഇവിടെ സംസാരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ ചോദിക്കുന്നില്ല, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ ഡ്രീമിന്റെ ഇന്റൻസിറ്റി എന്താണ്? നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പരിധി എവിടെ വരെ നിങ്ങൾക്ക് ഉയർത്താൻ സാധിക്കും? ഏറ്റവും കൂടുതൽ നമുക്ക് ഡ്രീം ഉള്ള സമയം എപ്പോഴാണ്? നമ്മുടെ ചെറുപ്പകാലത്താണെന്നാണ് പറയാ. പ്രത്യേകിച്ചും ടീൻ ഏജിലാണെന്നാ പറയാ. ഓക്കെ, ടീൻ ഏജിലെ കുട്ടികൾക്കാണ് അതാവണം, ഇതാവണം, അതെത്തിച്ചേരണം, ഇത് എത്തിച്ചേരണം. 20, 25, 30 ഒക്കെ വയസ്സ് കഴിയുമ്പോൾ ആ ഡ്രീമോമീറ്റർ എടുത്ത് നമ്മുടെ തെർമോമീറ്റർ പോലത്തെ ഒരു മീറ്റർ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു മീറ്റർ ഇല്ല. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് പിടിപ്പിച്ചിട്ട് നമ്മുടെ ഡ്രീമിന്റെ പവർ അറിയാമെങ്കിൽ അതിന്റെ പകുതിയോളം ഡ്രീം ഇല്ല അല്ലെങ്കിൽ നശിച്ചു പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ടീൻ ഏജിൽ 10, 18, 15 വയസ്സായ സമയത്ത് ഉണ്ടായ ഡ്രീമുകളൊക്കെ 25 വയസ്സ് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? വേറെ ഒന്നും സംഭവിച്ചില്ല. റിയാലിറ്റി ഷോ ഉണ്ടായി, ജീവിതത്തിൽ മനസ്സിലായി ഇതാണ് ജീവിതം. ജോലി കിട്ടി, ശമ്പളക്കുറവ്, ഇതാണ് ജീവിതം. ശമ്പളം കിട്ടി 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ തികയുന്നില്ല, അതാണ് ജീവിതം. EMI അടക്കേണ്ടി വരുന്നു, അതാണ് ജീവിതം. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അല്ലേ? എന്റെ ഭാര്യ ഇല്ലാത്തത് എനിക്ക് ഉറപ്പാണ് പറയാം ഇവിടെ. ഓക്കെ, ഭയങ്കര പ്രതീക്ഷയായിരുന്നു. പ്രതീക്ഷ കുഴപ്പമുണ്ടായിട്ടല്ല പറഞ്ഞത്. അതിനുശേഷമാണ് ഇത്രയധികം ചെലവുകൾ. പിന്നെ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തെ ചെലവ് ഡബിൾ ആണെന്ന് പറയാം. നമ്മള് കുറെ കേട്ടിട്ടുള്ള അതൊന്നുമില്ല. നമ്മളവിടെ ചെലവ് കുറച്ച് ജീവിക്കാൻ പഠിച്ച ആൾക്കാർ, കല്യാണം കഴിച്ച എല്ലാ ആൾക്കാരൊന്നും കൈപ്പൊക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ ചെലവ് കുറച്ച് ജീവിക്കാൻ പറ്റിയിട്ടുണ്ടോ? എനിക്ക് പറ്റിയിട്ടില്ല. ഓക്കെ, കുട്ടി ഉണ്ടായ 1, 2, ചില ആൾക്കാർക്ക് 3, ചില ആൾക്കാർക്ക് കൺട്രോളും ഇല്ല. ഓക്കെ, അങ്ങനെ പോയി ആ അവസ്ഥയിലൊക്കെ പോയി. അതിനുശേഷം നോക്കുക, ചെലവ് എവിടെ നമുക്ക് പിടിക്കാൻ സാധിച്ചത്?
സോ വി നെവർ കൺട്രോൾ അവർ എക്സ്പെൻസ്. നമുക്കൊരിക്കലും ജീവിതത്തിന്റെ കൺട്രോൾ എക്സ്പെൻസ് നിന്നിട്ടില്ല എന്നാണ് റിയാലിറ്റി. സോ പിന്നെ നോക്കുമ്പോൾ ഒരു മായാജാലമാണ്, പിന്നെ റോളിങ്ങിന്റെ കളിയാണ്. ഓക്കെ, ആ റോളിങ്ങിന്റെ കളിയിലാണ് ചിട്ടി, പാട്ടം, എന്താണ് മുത്തൂറ്റ്, മുത്താത്ത ഊറ്റ്, ഓക്കെ, ലോൺ ഇല്ലാത്ത സാധനം, ഗോൾഡ് പ്രെഡ് ചെയ്യുക, നേരെ തിരിച്ചു വെക്കുക, സർക്കാരിനെ പോലും അറിയാൻ വയ്യാത്ത വിനിമയങ്ങളോട് കണ്ടുപിടിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള സാധാരണക്കാരന്റെ സർക്കസ് ആണ് ആവറേജ് ലൈഫ് എന്ന് പറഞ്ഞത്. ശരിയല്ല പറഞ്ഞത്? അങ്ങനെ ആവറേജ് ലൈഫിലാണ് നമ്മളെല്ലാം പഠിച്ചത്. ഓക്കെ, ജീവിതം പഠിച്ചു. 95% സാധാരണക്കാരുടെ ലൈഫ് റോളിങ്ങിന്റെ പുറത്താണെന്ന് പറഞ്ഞത്. ഓക്കെ, സോ റോളിങ്ങിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടുന്ന് എടുത്ത് മറിക്കുന്നു, ഇവിടുന്ന് എടുത്ത് മറിക്കുന്നു. ഞാൻ പറയുന്നത് സമ്മതിക്കുന്ന ആൾക്കാരെ നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഇവിടെയാണ് നമുക്ക് ഈ റോളിംഗ് എന്ന് നിർത്താൻ പറ്റുക. ഓക്കെ, ഈ റോളിംഗ് എന്ന് നിർത്താൻ പറ്റുക ആർക്കെങ്കിലും അറിയാമോ? ഹാപ്പി ന്യൂസ്, ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ ആൾക്കാരുടെ ഒരു ട്രെയിനിങ്ങിന് പോയി. ഒരു കാര്യം പറയാം, ഇത് നിർത്താനേ പറ്റില്ല കേട്ടോ. കാരണം ഇത് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്, ഇങ്ങനെ പൊക്കോണ്ടേയിരുന്നു. And if you want to stop the rolling of your small ചെറിയ ഫൈനാൻസുകളുടെ റോളിംഗ് നിർത്തണമെങ്കിൽ you have to create big money. Welcome to My Lifestyle Global, the big money business. എന്തുകൊണ്ടാണ് ഈ റോളിംഗ് നിർത്താൻ പറ്റുന്നത്? നമുക്ക് സബ്സ്റ്റാൻഷ്യലായി വരുമാനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ 10,000 വേണ്ട സമയത്ത് 8,000 ഉണ്ടാക്കി, അല്ലെങ്കിൽ 25,000 വേണ്ട സമയത്ത് 20,000 ഉണ്ടാക്കി. അപ്പൊ കൊച്ചിന്റെ ഫീസ് വന്നു, പിന്നെ അങ്ങോട്ട് പോയ സമയത്ത് വീടിന് വാടക കൊടുക്കേണ്ടി വന്നു, അപ്പൊ വേറെ വീട് മാറേണ്ടി വന്നു. ആ സമയത്ത് വീട്ടിൽ ഒരാൾ കല്യാണം വന്നു, അവിടുന്ന് അങ്ങോട്ട് വന്നു. ഇതല്ലേ സാധാരണ ലൈഫ് എന്ന് പറഞ്ഞാൽ? അല്ലേ? ഇവിടെ നന്നാണ് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ല. സോ 95% ആൾക്കാരും ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാതെ അവർക്ക് സബ്സ്റ്റാൻഷ്യലി വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റാറില്ല, കഴിവില്ലാത്തതുകൊണ്ടല്ല. അതുകൊണ്ടാണ് നിരവധി ആൾക്കാർ ഗൾഫിൽ പോയത്. ഞാൻ ഇവിടുന്ന് ദുബൈയിൽ പോയത് അതുകൊണ്ടാണ്. 2012 വരെ 12 വർഷം ഡയറക്ട് സെല്ലിംഗ് ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഐ റിയലി താങ്ക് എൻ്റെ പ്രീവിയസ് കമ്പനി. അതിനകത്ത് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും നിരവധി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഒരു നല്ല കൈഡി സക്സസ് ബ്രേക്ക് ഗ്ലോബലിന് മുമ്പ്, ഈ ഓർഗനൈസേഷൻ വരുന്നതിന് മുമ്പ് ഡയറക്ട് സെല്ലിംഗിന്റെ ഭാരപാഠം പഠിപ്പിക്കുന്ന കമ്പനി പല രാജ്യങ്ങൾ, അതിന്റെ ഫോട്ടോക്കാണ് ഞാൻ കാണിച്ചത്. 32 രാജ്യങ്ങളിൽ പോകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇതൊരു വലിയ ബിഗ് ബിസിനസ് ആണെന്ന് മനസ്സിലായത്. അതുവരെ ഞാനും വിചാരിച്ചു എന്തോ ഈ പ്രൊഡക്റ്റ് കണ്ടുവെച്ച് 100 രൂപ 200 രൂപ കിട്ടുന്ന കച്ചവടമാണ് ഇതെന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. സോ സുഹൃത്തുക്കളെ, നിങ്ങൾ എങ്ങനെയാണ് ഈ ബിസിനസിനെ കാണുന്നത് എനിക്കറിയില്ല. പക്ഷെ ഐ ക്യാൻ ടെൽ യു വൺ തിങ് വെരി ക്ലിയർലി. ഇത് നിങ്ങൾ കൊടുക്കുന്ന 195 കഫ്നീൽ ബിസിനസ് അല്ല. ഇത് നിങ്ങളുടെ 300 രൂപ വുമൺ കമ്പാനിയൻ ബിസിനസ് അല്ല. ഇത് 30,000 കോടി വുമൺ കമ്പാനിയുടെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്ന ബിസിനസ് ആണ്. മൈ ലൈഫ്സ്റ്റൈൽ ഗ്ലോബൽ ഇവിടെ സജീവ് എക്സ്പ്ലെയിൻ ചെയ്ത ഓരോ ബിസിനസ്സും ഓരോ ഇൻഡസ്ട്രികളാണ്. കവച് പാസ് ഒരു ഇൻഡസ്ട്രിയാണ്, ഡയബ ലൈഫ് ഒരു ഇൻഡസ്ട്രിയാണ്, കഫ്നീൽ എന്നൊരു ഇൻഡസ്ട്രിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, അത്രമാത്രം വലിയ ഇൻഡസ്ട്രികളാണ് ഇവിടെ ഓരോ പ്രൊഡക്റ്റായി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഒരുപക്ഷെ ഇത് എൻട്രി ഇവിടുത്തെ ഒരു ചലഞ്ച് എന്താ വെച്ചാൽ, നിങ്ങളും ഞാനും ഒക്കെ സാധാരണ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന ആൾക്കാരാണ്. നമ്മളിത് കാണുന്നത് വളരെ സിമ്പിളായിട്ട് 50 രൂപ ടിക്കറ്റ് എടുത്ത് കണ്ടു, അല്ലേ? കണ്ടതിന് ശേഷം അത്ര വില ഇതിന് കൊടുക്കാറുള്ളൂ. മറ്റേയാളെ വിളിച്ചു, ഞാൻ പോയി കേട്ടു. അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം ഉണ്ടാക്കില്ല. കാരണം നിങ്ങൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷെ ഞാൻ ഇരുന്ന് കണ്ട ആ സീറ്റ്, സംസാരിച്ച വ്യക്തി പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്ന സീറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡ്രീമിന്റെ പവർ ആണെന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അറിയാതെ എന്റെ മനസ്സൊന്ന് തുറന്നുപോയി. ശരിയാണ്, എന്റെ ഡ്രീമിന്റെ പവർ എന്താണ്? ഞാൻ അതാ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഇരിക്കുന്ന സീറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വാല്യൂ ആണ്. നിങ്ങൾ സ്വപ്നങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, അത് അതിശക്തമായി ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, യു ആർ ഗോയിങ് ടു ബി എ മില്യണയർ ത്രൂ ദിസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ത്രൂ മൈ ലൈഫ്സ്റ്റൈൽ ഗ്ലോബൽ. ഒരു ഡൗട്ടും വേണ്ട. കാരണം നിങ്ങളുടെ സീറ്റ് നിങ്ങളത് മനസ്സിലാക്കി. ഞാൻ അതാണ് നിങ്ങളോട് പറഞ്ഞ സുഹൃത്തുക്കളെ, ഏതാനും കുറെ കച്ചവടം ചെയ്യുന്ന ബിസിനസ് ആണ് ഇതിനെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് തന്നെ ആരോ ഒരാൾ പറഞ്ഞ പോലെ ഈ ഓപ്പർച്യൂണിറ്റി വെളിയിൽ ചെന്ന് ചോദിക്കുകയാണ് ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അവന്റെ അഭിപ്രായം പറയും. ഇത് ഞാൻ കുറെ കേട്ടതാണ്. സോ നെവർ ഗെറ്റ് മിസ്ലെഡ് ബൈ unexperienced people. I really appreciate the brand new TC family. Okay, അവർക്ക് ഒരു എഴുതിയത് 2 ആൾക്കാർക്കും അവർക്ക് രണ്ടുപേർക്ക് ഒരു ഗംഭീര ഗൈഡ് കൊടുക്കാം. സോ ഐ റിയലി അപ്രീഷിയേറ്റ്, നല്ല ഗൈഡ് കൊടുക്കണം. We want both of you. നിങ്ങൾ ഓരോ ആൾക്കാരും 2 ആൾക്കാരെ ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ബ്രാൻഡ് ന്യൂ അച്ചീവർ ഇൻ ഇവോൾവ് 2022 ഈ സ്റ്റേജിൽ ബ്രാൻഡ് ന്യൂ STC ആയിട്ട് നിങ്ങളെ പ്രതീക്ഷിക്കുന്നു. ഒരു നല്ല ഗൈഡ് കൊടുക്കണ്ടേ? ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. സോ ഞാൻ പറയാ, മനസ്സിലാക്കുക, ഇവിടെയാണ് ഈ ഓപ്പർച്യൂണിറ്റിയെ, ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ തന്നെ നിങ്ങൾ ഇതിന്റെ 2 3 ഇനി ഒരു 5 ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യണം.
5 ഫംഗ്ഷനെങ്കിലും അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വിജയിക്കാനുള്ള കാരണം. ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തു പൂർണ്ണമായി മനസ്സിലാവണം നിർബന്ധമില്ല. ഇതിന് പ്ലാൻ പഠിക്കുന്നത് തന്നെ 2 3 തവണ. ഞാൻ വളരെയധികം റെസ്പെക്ട് വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് പാലായിൽ നിന്ന് 2ാമത്തെ തവണയാണ് ഒരു ഫുൾ ബസ് ടിജോ ആൻഡ് റീബി ആൾക്കാരെ അവർക്ക് ഒരു ഗംഭീര കൈ കൊടുത്തേ പറ്റൂ. റിയലി സല്യൂട്ട് യുവർ ഫാമിലി ബിക്കോസ് യു ഹാവ് ടേക്കൻ ദ പെയിൻ ടു ബ്രിങ് പീപ്പിൾ ഹിയർ. നൗ വൈ? നിരവധി സാധാരണക്കാരന്റെ ലൈഫിൽ വ്യത്യാസം ഉണ്ടാക്കാൻ ഈ ഓപ്പർച്യൂണിറ്റി സാധിക്കുന്നു അവർക്ക് മനസ്സിലായി. ഞാനാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഇതിനകത്ത് എൻട്രി ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടായിരിക്കാം, ആണ്, സംശയമില്ല. പക്ഷേ ഇതിനകത്ത് ഗ്രോ ചെയ്യുന്നത് വ്യക്തമായ പഠനത്തോടെ കൂടിയാണോ? ഞാൻ ഈ ബിസിനസ്സിൽ നിങ്ങളുടെ മുമ്പ് ഫാസ്റ്റായി ITCI ഇൻട്രോ വീഡിയോ വന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്റെ ഗ്രേറ്റ് അപ്ലൈൻ റോയൽ ഡയമണ്ട് മുബീൻ സാറാണ്. സാറിനോട് കൈ കൊടുക്കാം. ഓക്കെ, നോക്കൂ, അദ്ദേഹത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യാൻ കാരണം എന്നറിയോ? 9 വർഷം മുമ്പ് സാധാരണക്കാരൊരു ചങ്ങനാശ്ശേരിയിൽ ഒരു ചെറിയ വീട്ടിൽ ജനിച്ച് വളർന്ന ഒരു വ്യക്തിക്ക്, ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നു അദ്ദേഹം, കേറ്ററിംഗ് പണി ചെയ്ത വ്യക്തിയാണ്. കേറ്ററിംഗ് മോശമെന്ന് ഞാൻ പറഞ്ഞില്ല. കേറ്ററിംഗ് പണിക്ക് വേറെ പല ജോലിക്ക് കിട്ടാത്തതുകൊണ്ട് കേറ്ററിംഗ് പണിക്ക് പോയി, അത്രേ ഉള്ളൂ. ആ കേറ്ററിംഗ് ജോലിയിൽ നിന്ന് അദ്ദേഹം ഇതുപോലെ ഡയറക്ട് സെല്ലിംഗ് ഒരു മീറ്റിംഗ് വന്നിരുന്നു. ഞാൻ കേട്ട പോലെ അദ്ദേഹം എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കേട്ടത് നിങ്ങളുടെ സീറ്റിന്റെ വാല്യൂ നിങ്ങളുടെ ഡ്രീമിന്റെ പവർ ആണെന്നായിരിക്കാം. പക്ഷെ ആ ഡ്രീമിന്റെ പവർ മനസ്സിലാക്കി ഇന്ന് അദ്ദേഹം 250 കോടി രൂപ അസറ്റ് ഹോൾഡ് ചെയ്യുന്ന പ്രൗഡ് മൈലേജ് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂട്ടർ ആണ്. സോ ഞാൻ നിങ്ങളോട് പറയുന്ന മൈ ഡിയർ ഫ്രണ്ട്സ്, 250 കോടി രൂപ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? നിങ്ങളിതിനെ കാണുന്ന രീതിയാണ്. അപ്പൊ അതുപോലെ 100 കണക്കിന് ആൾക്കാരാണ് ഈ ഓപ്പർച്യൂണിറ്റി വിജയിക്കുന്നത്. സോ എന്താണ് ഈ ബിസിനസ് മനസ്സിലാക്കണമെങ്കിൽ കുറേ സമയം എടുക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ. സോ ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിന്റെ വാല്യൂ ആണ് ബിസിനസ്. നിങ്ങൾക്ക് എന്താണ് ഈ ഓപ്പർച്യൂണിറ്റിയിൽ പൈസ കൊണ്ട് പ്രതീക്ഷിക്കുന്നത്, അതെല്ലാം ഈ ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ സാധിക്കും. ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നവർ ഇപ്പോൾ എത്ര പൈസ ഉണ്ടാക്കുന്നുണ്ട്? ഹാപ്പി ടു ടെൽ യു, 94 ലക്ഷം രൂപ മാസ വരുമാനം ഉണ്ടാക്കുന്ന മൈലേജ് ഡിസ്ട്രിബ്യൂട്ടർ ഇന്ത്യയിലുണ്ട്. 94 lakhs per month. 94 lakhs per month. ഇത് ഒരു മാസത്തെ വരുമാനമല്ല, സ്ഥിരമായി കിട്ടുന്ന വരുമാനമാണ്. നിരവധി ആൾക്കാർ ആ ലെവലിലേക്ക് എത്തിയാണ്. ഗ്രേറ്റ് ലീഡർ സച്ചിവ് പറഞ്ഞു, എത്രയോ സീലിംഗ് അച്ചീവർ. എങ്ങനെയാണ് അവർക്ക് വളർന്നു വരാൻ? കാരണം അവർക്ക് ഈ ഓപ്പർച്യൂണിറ്റിയൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു, സ്നേഹിക്കാൻ സാധിച്ചു, ഡീപ്പായി അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചു. നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റിയിൽ ഇതിനെ സ്നേഹിക്കുകയാണെങ്കിൽ just like your partner and you have to love just like your kids, ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബിസിനസ് നിങ്ങൾക്ക് വേണ്ടി റെസ്പോണ്ട് ചെയ്യും. എന്റെ പേഴ്സണൽ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ണർഷിപ്പിൽ ഞങ്ങൾ 2 കോടിയിലധികം വരുമാനം ഉണ്ടാക്കി, 2 crore plus വരുമാനം ഉണ്ടാക്കി ടാക്സ് അടച്ചു വെക്കുകയാണ്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് എനിക്ക് വലിയ പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടായിരുന്നു. ഞാൻ ആരുടെ ഇതുവരെ കട എടുത്തിട്ടില്ല, ഒരു കട അടയ്ക്കാതിരുന്നിട്ടില്ല. പക്ഷെ there was a big government liability. ഓക്കെ, പ്രീവിയസ് സർക്കാരിലെ പ്രീവിയസ് ബിസിനസ് അറിയാതെ വന്നാണ്. 1.5 crore ആണ് കട, 1.5 കോടി രൂപയായിരുന്നു. താങ്ക്സ് ടു സെൻട്രൽ ഗവൺമെന്റ് അവിടെ ഞാൻ അപ്ലൈ ചെയ്തു. കാരണം ഞാൻ അടക്കാനുള്ള പൈസ ആയിരുന്നില്ല എന്റെ കണക്കിൽ പറഞ്ഞു. പക്ഷെ അങ്ങനെ വന്നു, എന്ത് ചെയ്യാൻ പറ്റും? ആ 1.5 കോടിയിൽ നിന്ന് 28 ലക്ഷമാക്കി സർക്കാർ തന്ന സമയത്ത് ഞാൻ റെഡി ക്യാഷ് അടച്ചു തീർത്തു. താങ്ക്സ് ടു മൈ ലൈഫ് ഗ്ലോബൽ വീക്ക്ലി ഇൻകം. മൈ ലൈഫ് ഗ്ലോബലിൽ നിന്ന് കിട്ടിയ വീക്ക്ലി വരുമാനം കാരണമാണ് 28 ലക്ഷം രൂപ ക്യാഷ് എടുത്ത് ഇന്ന് ഞാൻ കടക്കാരനല്ലാതെ മാറിയത്. നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ടോ? എന്നെ പോലെ കടമുള്ള ആൾക്കാർ അതിനകത്ത് ഉണ്ടാവും, ലയബിലിറ്റി ചലഞ്ചുള്ള ആൾക്കാരുണ്ടാവും, ഒരുപക്ഷെ പല പ്രോബ്ലംസ് ഉള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി വലിയ രീതിയിൽ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. അനദർ ബിഗ് ഏരിയ ഈസ് യുവർ ഹെൽത്ത്. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി വന്ന സമയത്ത് ദുബൈയിൽ എന്റെ ജോലി റിസൈൻ ചെയ്തിട്ട് വന്ന സമയത്ത് ഐ വാസ് ആൻ അൺഹെൽത്തി പേഴ്സൺ. മേജറായി 3 പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഒന്ന്, ഐ വാസ് ഹാവിംഗ് യൂറിക് ആസിഡ് ഇഷ്യൂ. രണ്ടാമത്, ഐ ഗോട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇഷ്യൂ. പ്രീ ഡയബറ്റിക് ആയിട്ട് ഏത് സമയത്ത് വേണേൽ പ്രമേഹം വരാവുന്ന അവസ്ഥയായിരുന്നു. കാരണം എന്റെ ദുബൈയിലെ ലൈഫ് സ്റ്റൈൽ ഇതായിരുന്നു. ഇന്ന് ഞാൻ വളരെ അഭിമാനപൂർവ്വം നിങ്ങളോട് നിൽക്കട്ടെ, കഴിഞ്ഞ 4 വർഷം മുമ്പ് മൈലേജ് ഗ്ലോബലിന്റെ 4-5 പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച്, ഇൻക്ലൂഡിംഗ് 95 കവച് പ്രാഷ് പോലത്തെ പ്രൊഡക്റ്റുകൾ എന്റെ ലൈഫിൽ ഉണ്ടാക്കിയ വ്യത്യാസങ്ങൾ ചെറുതല്ല. ആ പറയുന്ന ഇതിന്റെ വ്യത്യാസത്തിൽ ഇന്ന് നമ്മുടെ ടീം ആയുസിന് വേണ്ടി നമ്മൾ ടീം ആയുസിന്റെ ആയുസ് വെൽനസ് ഹോസ്പിറ്റൽ പേട്ടയിൽ സ്റ്റാർട്ടിങ് തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ എല്ലാ നിരവധി ആൾക്കാർക്കും ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ കാണുമെങ്കിൽ ഡോണ്ട് വറി, വി ഡു ഹാവ് എ പേഷ്യൻസ്. സോ വി ഡു ഹാവ് അവർ ഡോക്ടേഴ്സ്. 3 എക്സ്പീരിയൻസ് ആയ ഡോക്ടേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട്. ഇന്ന് ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി തന്നെ. കാരണം നിരവധി പുതിയ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് ഒരു 22 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ആയുർവേദ MD ഡോക്ടർ എന്ന് മനസ്സിലാക്കുന്നത് ചെറിയ കാര്യമല്ലാതെ എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഏത് ഇൻഡസ്ട്രിയിലാണ് നമ്മൾ തീർച്ചയായിട്ടും വെൽനസ് ഇൻഡസ്ട്രിയിലാണ്. പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അറിയാതെ കുറെ വെൽനസ് ഇൻഡസ്ട്രി നമ്മൾ ഈ പ്രൊഡക്റ്റ് ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും കുറെ അസുഖക്കാരും പേഷ്യൻസ് നമ്മുടെ ഫ്രണ്ടിൽ വരും. നമ്മുടെ ഒക്കെ ഫാമിലി അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും? അവർ നമ്മൾ സംശയം ചോദിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഫോഴ്സിലെ കുറെ ആൾക്കാരെ വെച്ച് നമ്മൾ ഈ ഹോസ്പിറ്റൽ പോലത്തെ പ്രസ്ഥാനങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിരിക്കുന്നു. സർവീസിന് വേണ്ടി മാത്രമാണ്.
ഇതുവരെയുള്ളൊരു ലാഭം പോലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ സർവീസ്, ഒരൊറ്റ വ്യക്തി പോലും ഡോക്ടറിന് സഹായമില്ലാതെ ഈ ഓപ്പർച്യൂണിറ്റി മാറിപ്പോകരുത് എന്നുള്ള വ്യക്തമായ തരണം. നമുക്ക് 2 മെഗാ ബ്രാഞ്ചുകളുണ്ട്. സോ നമുക്കെല്ലാം 2 മിനിറ്റ് 2-3 മിനിറ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി ഡോക്ടർ സുജിത് മാധവൻ, 22 years of Ayurveda experience in Kottakkal Ayurveda Shala and Vaidyaratnam, having rich experience. 22 വർഷത്തിൽ അദ്ദേഹം ഒരു സ്പെഷ്യലിസ്റ്റ് ഓഫ് ഡയബറ്റീസ്, പ്രമേഹത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, ന്യൂറോ റൊമറ്റോളജി സ്പെഷ്യലിസ്റ്റ് ആണ്, ആൻഡ് പ്രിവെന്റീവ് കാർഡിയോളജിയുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. അദ്ദേഹം ഇവിടെ വരുന്നതിന് മുമ്പ് എത്ര പേഷ്യന്റ് നോക്കി എനിക്കറിയില്ല. പക്ഷെ കഴിഞ്ഞ 5 മാസം കൊണ്ട് 745 പേഷ്യൻസിനെയാണ് നമുക്ക് വേണ്ടി അദ്ദേഹം നമ്മുടെ പ്രൊഡക്റ്റുകളെ കൊണ്ട് സർവീസ് ചെയ്യപ്പെട്ടത്. ആൻഡ് ഹാപ്പി ന്യൂസ്, എല്ലാ ആൾക്കാരും അവിടെ ഹോസ്പിറ്റലിൽ ഇവിടെ സർവീസ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ചില ആൾക്കാർക്ക് ഡോക്ടർ റെഫറൻസ് വേണം എന്ന് ചോദിച്ചാൽ ആൾക്കാരെ മാത്രമേ അങ്ങോട്ട് റെഫർ ചെയ്യുന്നുള്ളൂ. അല്ല, എല്ലാവരും നമ്മൾ റെഫർ ചെയ്യാറില്ല, വേണ്ട ആൾക്കാർ മാത്രം. പക്ഷെ ഡോക്ടർ എന്ന് കേൾക്കാം. നമുക്കൊരു നല്ല കഴിവുള്ള ഡോക്ടർ സുജിത് മാധവനെ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വിളിക്കാം. അദ്ദേഹത്തിന്റെ 22 വർഷത്തെ കോൺഫിഡന്റ് ആയ എക്സ്പീരിയൻസിൽ നമ്മുടെ പ്രൊഡക്റ്റ്, എലമെന്റ്സ് പ്രൊഡക്റ്റിലുള്ള പ്രാധാന്യം എന്താണ്, നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ബിസിനസിന്റെ പ്രാധാന്യം എന്താണ്, വെറും 3-4 മിനിറ്റിൽ ഡോക്ടർ നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഓവർ ടു യു ഡോക്ടർ. വെൽക്കം ടു ദിസ് ഫാമിലി സക്സസ് വെരി ഗ്ലോബൽ. അപ്പോൾ നമ്മൾ പറയുമല്ലോ, നമ്മൾ ഏതൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണമെന്ന് ചോദിച്ചാൽ ഒരു ഹെൽത്ത് ക്രൈസിസ് കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഈ വെള്ളപ്പൊക്കമോ അങ്ങനെയുള്ള ക്രൈസിസ് ഉണ്ടാവുമ്പോൾ നമ്മൾ പല ഹെൽപ്പുകൾ ചെയ്യും. അതേപോലെ ഒരു ആരോഗ്യം ദാനം ചെയ്യണ ഒരു സ്ഥാപനമാണ് നമ്മുടെ ആയുഷ് ടീമും, അതേപോലെ തന്നെ അതിലേക്ക് സഹകരിച്ച് പ്രവർത്തിക്കുന്നതാണ് സക്സസ്. അപ്പോൾ ആൾക്കാർ പറയും എനിക്ക് ജോലിയുണ്ട് എന്ന് പറയും. അപ്പൊ ഈ ജോലിക്ക് അടിസ്ഥാനം എന്താണ്? ഒരു വെയിറ്ററായ ഒരാൾക്ക്, ഇല്ലെങ്കിൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ ജോലി എടുക്കാൻ പറ്റുമോ? ഒരിക്കലില്ല. അപ്പോ ഈ ആരോഗ്യം എന്നുള്ളത് സമ്പത്താണെന്ന് പറയുന്നതിന്റെ മൂല കാരണം എന്താണെന്ന് വെച്ചാൽ, ആരോഗ്യം ഉണ്ടാവണ അവസ്ഥയിൽ മാത്രമേ നമ്മൾ ജീവിക്കാനുള്ള ജോലി നമുക്ക് ചെയ്യാൻ പറ്റൂ. ദാറ്റ് മീൻസ് വെൻ ഓൺലി യു ആർ ഹെൽത്തി, നിങ്ങൾ ഹെൽത്തി ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാൻ സാധിക്കൂ. അപ്പൊ നമ്മളെ ഒരു നമ്മൾ ഡ്രീം ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമുക്ക് എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഇൻകം ഉണ്ടാവുക, അതേസമയത്ത് നല്ല മികച്ച ആരോഗ്യം ഉണ്ടാവുക, ജീവിതം ആസ്വദിക്കാൻ പറ്റുക. അപ്പൊ ഈ എല്ലാ കാര്യങ്ങളും സാധിക്കാനുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ആയുഷ് ടീമും അതുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖലയിൽ ഇന്നത്തെ പാൻഡമിക് ഹെൽത്ത് ക്രൈസിസിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കേരളത്തിലെ ഏക സ്ഥാപനം എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പൊ ആയുഷിന്റെ പ്രഥമ ലക്ഷ്യങ്ങളിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ, ആയുഷ് വെൽനസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഞങ്ങളെ മൂലമന്ത്രമായിട്ടുള്ളത്. ഒന്ന് പ്രിവെൻഷൻ ആൻഡ് ക്യൂർ. അപ്പൊ ഒരേ സ്ഥലത്തിൽ തന്നെ നിന്നുകൊണ്ട് പ്രിവെൻഷനും ക്യൂറും സാധ്യമാക്കുന്ന രീതിയിലുള്ള ഒരു ഉദ്യമമായിട്ടാണ് ഞങ്ങളുടെ ഈ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ആയുഷ് വെൽനസ് ഹോസ്പിറ്റൽ കൊച്ചി പ്രവർത്തിച്ചു തുടങ്ങുന്നത്. വളരെ ആശാവഹമായ രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. വളരെ സ്പീഡിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നുമുണ്ട്. IP ആയിട്ടും OP ആയിട്ടും അല്ലാത്ത രീതിയിൽ ഓൺലൈൻ കൺസൾട്ടേഷൻസ് ആയിട്ടും ഹൈ റേറ്റ് സക്സസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈയിടെ പാൻഡമിക് തുടങ്ങി അതിന്റെ മധ്യഭാഗത്ത് നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ് എന്താണ് ബ്ലാക്ക് ഫംഗസ് എന്നുള്ള ഒരു പ്രശ്നം. എന്താണ്, നമുക്ക് ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികൾ ഉള്ളത് ഇന്ത്യയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റിക് രോഗികൾ ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ കാല് വെക്കുന്ന ഒരാൾക്ക് ഒരു ഡയബറ്റീസിന്റെ ഒരു മേഖലയിലേക്ക് കാല് വെക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇതൊരു എനോർമസ് പോപ്പുലേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ പ്രോഗ്രാമുകൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നോളജ് റീഫ്രഷ് ആവുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള നിങ്ങളുടെ എയിംസ് ഒന്നും കൂടെ റിഫൈൻ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോഴാണ് ഒരു റിയലൈസേഷൻ പോയിന്റിലേക്ക് നിങ്ങൾ എത്തുക. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഒരു ആദ്യത്തെ ഇൻഫർമേഷൻ ആണ്. അതായത് എനോർമസ് ഹെൽത്ത് ആക്ടിവിറ്റി നമ്മുടെ നാട്ടിൽ ചെയ്യാനിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കോവിഡ് എന്നത് ഒരു മൾട്ടി സിസ്റ്റം ഡിസീസാണ്. ഈ മൾട്ടി സിസ്റ്റം ഡിസീസ് ആയിരിക്കെ തന്നെ ശരീരത്തിന്റെ എല്ലാ ആരോഗ്യം നിലനിർത്തുന്ന അവയവങ്ങളെ ഇത് തളർത്തുകയും മനുഷ്യരുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്പാൻ കുറയ്ക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈയിടെ ഒരു ചെറിയൊരു വെയിറ്റർ ഫോൺ വിളിക്കുകയുണ്ടായി. ഞാൻ 17 മണിക്കൂർ
ഓവർ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ കോവിഡ് കഴിഞ്ഞ് ആ റിക്കവറി ടൈം കഴിഞ്ഞിട്ട് പോലും എനിക്ക് 2ാം നിലയിലേക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. കിതപ്പ് വരുന്നു, കണ്ണീരിട്ടടയ്ക്കുന്നു. കരഞ്ഞുകൊണ്ടാണ് ആ കുട്ടി പറയുന്നത്. കാരണം അവന്റെ ഫാമിലിക്ക് ഓവർ ടൈം ചെയ്തുകൊണ്ട് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ഒരു സന്തോഷത്തിലാണ് ആ കുട്ടി ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെൻ യു ബിക്കം ഹെൽത്തി ദെൻ ഓൺലി യു ക്യാൻ ബിക്കം പ്രൊഡക്റ്റീവ്. സമാനമായി നമ്മുടെ സമൂഹത്തിൽ കോടാനുകോടി മലയാളികൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ തന്നെ നിരവധി ആളുകൾക്ക് ഇതേ തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അത് നമ്മൾ സാധാരണ 2 ആൾക്കാർ കണ്ടുമുട്ടിയ എന്താ ചോദിക്കുക, ആദ്യം സുഖല്ലേന്ന് ചോദിക്കും അല്ലെ? അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഒരു ചെറിയ അന്വേഷണത്തിൽ കൂടി വലിയ ഒരു ആരോഗ്യ പരിപാലനത്തിന് സാധ്യതയിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ള ബോധനമാണ് ഞാൻ ഈ ഒരു ഷോർട്ട് പീരീഡ് കൊണ്ട് തരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡയബറ്റീസിന്റെ ആൾക്കാർക്ക് തന്നെ പല പ്രശ്നങ്ങളുണ്ട്. കണ്ണിന്റെ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെതായ രീതിയിൽ അതിന് ആയുർവേദ ചികിത്സയുണ്ട്. കാലിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് വിരല് മുറിക്കുക മുതലായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതിന്റെ ചികിത്സയുണ്ട്. അതിന്റെ ഇടയിൽ ഈ അവയവങ്ങൾക്കുള്ള സർവീസിങ് മാത്രമല്ല, ഈ ബ്ലാക്ക് ഫംഗസ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അത് മാത്രമല്ല, 400-ൽ താഴെ ഷുഗർ വരാത്തൊരു അവസ്ഥ ഉണ്ടാവുകയും വളരെയേറെ ഉത്കണ്ഠാകുലരായി പ്രമേഹ രോഗികൾ മാറുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഒരു 10 കേസുകൾ നമ്മൾ ഒരു എക്സ്പെരിമെന്റൽ ആയിട്ട് ആദ്യഘട്ടത്തിൽ എടുത്ത സമയത്ത് ഒരു 15-20 ദിവസം കൊണ്ട് നമുക്ക് അവർക്ക് 120 ലെവലിലേക്ക് പ്രമേഹത്തിന്റെ ഇംപ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾക്ക് പല പ്രൊഡക്ട്സ് ഉണ്ട്, ഡയബലൈഫ് മുതലായ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കും. അത് കൂടാതെ നമ്മുടെ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് ആവുമ്പോൾ നമുക്കറിയാലോ, ആയുർവേദത്തിന്റെ ഒരു വീക്ഷണം എന്നുള്ളത് മനുഷ്യ ശരീരമാണ്. അപ്പൊ ശരീര പ്രകൃതിക്ക് ഒത്ത രീതിയിൽ കോമ്പിനേഷൻ കൊടുത്തപ്പോൾ ഒരു 5 ഇരട്ടി എഫക്റ്റ് കൂടി കാണാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഒരു വെൽനസ് റെഫർ ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രോബ്ലംസ് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കൂടുതലുണ്ടെങ്കിൽ അവരോട് ഇൽനെസ് റെഫർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ആയുഷ് വെൽനസ് ഹോസ്പിറ്റലും ആയുഷ് ടീമും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ വെൽനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ അല്പം ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിന് പല കാര്യങ്ങൾ അറിയാനുണ്ടാവും. അപ്പൊ അതിന്റെ മെസ്സഞ്ചറുകളായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതേ സമയത്ത് നമുക്ക് ഈ ഒരു സമയത്ത് ഹെൽത്ത് ക്രൈസിസ് ഉള്ള സമയത്ത് ഈ ആളുകൾക്ക് ഈ ഇൻഫർമേഷൻ കൊടുക്കാം. ഈ ആളുകൾ തന്നെ ഏകദേശം MD ഫിസിഷ്യൻസിന്റെ അടുത്ത് 9 മാസം വരെ റെഗുലർ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. റെഗുലർ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരു 500-ന്റെ അടുത്ത് ഷുഗർ ഉള്ള അവസ്ഥയിൽ അവർക്ക് ഭയഭീതരാണ്. കാരണം ഞങ്ങൾക്ക് ബ്ലാക്ക് ഫംഗസ് വരുമോ, ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും അവയവങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമോ എന്നുള്ള ഒരു വ്യാകുലതയാണ് അവർ സറൗണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ വളരെ സിമ്പിൾ ആയ രീതിയിൽ ഡയബറ്റിക് റിവേഴ്സൽ പ്രോഗ്രാം എന്നുള്ള ശീർഷകത്തിൽ നമ്മൾ കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും ധാരാളം രോഗികൾക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ കോവിഡിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കോവിഡിന്റെ മുന്നേ ശരീരത്തെ സുശക്തമാക്കി നിർത്തുക. അപ്പൊ നിങ്ങളിപ്പോ വകഭേദമുള്ള വൈറസുകൾ കാണുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം നിങ്ങളുടെ ശരീരം തന്നെ ഈ ഒരു വെൽനസ് ചെയ്തിട്ട് നിങ്ങൾ സംരക്ഷിക്കുക. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ 2 വർഷം വരെ ധാരാളം കോവിഡ് രോഗികളെ പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രോട്ടോകോൾ അനുസരിച്ച് ഞാൻ കറക്റ്റായിട്ട് വെൽനസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് 2 വർഷം കഴിഞ്ഞ് എൻ്റെ അമ്മയുടെയും വൈഫിന്റെയും ഒക്കെ വാക്സിനേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ നിർബന്ധിതമായ അവസ്ഥയിൽ മാത്രമാണ് വാക്സിനേഷൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് 100% പറയാൻ പറ്റും, വെൽനസ് എന്നുള്ളത് രോഗം വരാതെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള ഒരു അനുഷ്ഠാനത്തിന്റെ പേരാണ് വെൽനസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ആൻഡ് ക്യൂർ എന്നുള്ള സിദ്ധാന്തത്തിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഏക ആശുപത്രിയായ ആയുഷ് വെൽനസ് ഹോസ്പിറ്റൽ ഇങ്ങനെ പല രോഗമേഖലകളിലും, ഗൈനക്കോളജി മേഖലയുടെ, കുട്ടികളില്ലാത്തവർക്ക് ഇൻഫെർട്ടിലിറ്റി മേഖലയിലും നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ധാരാളം മേഖലകളിലേക്കും, ഇപ്പൊ പറഞ്ഞ രീതിയിൽ പ്രിവെന്റീവ് കാർഡിയോളജി, ഡയബറ്റീസ്, ന്യൂറോ റൊമാറ്റോളജി എന്ന് പറഞ്ഞാൽ സന്ധിവാത രോഗങ്ങളും മുതലായ ഞരമ്പ് സംബന്ധമായ ന്യൂറോ രോഗങ്ങളും മുഴുവൻ നമുക്ക് നല്ല രീതിയിൽ സർവീസിങ് ചെയ്യാൻ പറ്റും. ഈ അടുത്ത കാലത്ത് നമ്മൾ ഒരു US വരെ മരുന്ന് അയച്ചിട്ടുണ്ട്. നല്ല നല്ല കേസുകൾ റെഫർ ചെയ്യപ്പെടുന്നുണ്ട്, നല്ല റിലീഫ് കിട്ടുന്നുണ്ട് ആളുകൾക്ക്. അതേമാതിരി ഇപ്പൊ മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ വളരെ കോമൺ ആണ്. അപ്പൊ അതിന് നമുക്ക് നല്ല ഒരു പാക്കേജ്, ഒരു 7 ദിവസം മുതൽ 14 ദിവസം വരെ പച്ചമരുന്നിന്റെ ഒരു പാക്കേജും അതോടൊപ്പം തന്നെ വെൽനെസിന്റെ ഒരു ബോൺ ഹെൽത്ത് നന്നാവുന്ന രീതിയിലുള്ള ഒരു തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മൾ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഇത് മറക്കാതെ പോകരുത്. നിങ്ങൾ ഓരോരുത്തരും
നിങ്ങളുടെ ശരീരത്തെ സുശക്തമാക്കി നിർത്തുക. കോവിഡ് വരുന്നതിന് മുന്നേ സുശക്തമാക്കി നിർത്തുക. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ 4 മാസം മാത്രമേ കോവിഡിന്റെ ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടാവൂ. അത് കഴിഞ്ഞാൽ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾ ദുർബലമാവുകയും 10 മടങ്ങ് ശക്തിയുള്ള രണ്ടാമത്തെ കോവിഡിനെ നേരിടുമ്പോൾ നിങ്ങളുടെ ശക്തി പകുതിയാണ് എന്നൊരു വിജ്ഞാനമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ സാധനത്തെ നേരിടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, വെൽനെസ് അനുഷ്ഠിക്കുക എന്നുള്ളത്. അത് ആദ്യം നിങ്ങളുടെ ശരീരത്തിലാണ്. ഏറ്റവും വലിയ മെസ്സേജാണ് എന്ന് പറയാനുള്ളത്. അപ്പൊ അത് ആദ്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതിന്റെ മെസ്സേജ് എല്ലാവരിലേക്ക് എത്തിക്കുക. ഏതെങ്കിലും 1-2 മേഖലകൾ, കാർഡിയോളജി, ഡയബറ്റീസ്, ഈ മേഖലകളിൽ ധാരാളം ആൾക്കാർക്ക് നിങ്ങളുടെ ഒരു ഇൻഫർമേഷൻ ആവശ്യമായിരിക്കും. ആ ഏരിയകളിൽ പോയിട്ട് വർത്തിക്കുക. ഈ സേവനത്തിനായിട്ട് ആയുസ് വെൽനസ് ഹോസ്പിറ്റൽ പൂർണ്ണ സന്നദ്ധതയോടെ സിറ്റിയിൽ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കേസുകളും നമ്മൾ അറ്റൻഡ് ചെയ്യും. നല്ല കൈ കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞ ഒരു മെസ്സേജ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കോവിഡ് ഏതോ സിനിമയിൽ പറഞ്ഞ അവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട്. ഓക്കെ, കവചപ്രാശും 95 ഇമ്മ്യൂണോ 3+ഉം ഡീറ്റോക്സും ഒക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു സ്വയം പഠിച്ച് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്? റെഗുലർ ആയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ആൾക്കാർ. ഒരു കാരണവശാലും മറന്നു പോകരുത്. വെൽനസ് ഒരു ദിവസത്തേക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും 6 മാസം കോവിഡിന് മുമ്പുള്ള സാധനം മാത്രമല്ല എന്ന് 22 വർഷം എക്സ്പീരിയൻസ് ഒരു ഡോക്ടർ പറഞ്ഞത് വെറുതെ അല്ല. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഫോളോ ചെയ്യേണ്ട ഒരു പ്രിൻസിപ്പിൾ ആണ് വെൽനസ് എന്ന് ഈ ആയുസ് ടീം നിങ്ങളോട് പറയുന്നു. ആൻഡ് ടു കൺക്ലൂഡ് ദ സെയിം തിങ് മൈ ഡിയർ ഫ്രണ്ട്സ്, വരാൻ പോകുന്ന വെള്ളിയാഴ്ച നമ്മുടെ ആയുസ് ടീമിന്റെ ഭാഗമായി ഒരു ഫ്രീ മെഡിക്കൽ ചെക്കപ്പ് ആൻഡ് ഫ്രീ കൺസൾട്ടേഷൻ ഫോർ എവറി വൺ നമ്മുടെ പ്രാക്ടീസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കും അങ്ങോട്ട് ഉപയോഗിക്കാൻ സർവീസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കൊമേഴ്സ്യൽ വാല്യൂ എന്താണെന്നും എല്ലാ ബെനിഫിറ്റ്സും എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും അറിയാവുന്നതാണ്. രാവിലെ 10:30 ഇനോഗ്രേറ്റ് ചെയ്ത് വൈകുന്നേരം 3 മണി വരെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു സർവീസ് ഈ ഹോസ്പിറ്റൽ ഉണ്ടാവും. ആൻഡ് ഹാപ്പി ന്യൂസ്, നമ്മുടെ 3 ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത് കംപ്ലീറ്റ് എലമെന്റ് വെൽനസ് പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ്. സോ നിരവധി ആൾക്കാർക്ക് അത് പ്രയോജനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 100 കണക്കിന് നിങ്ങൾക്ക് അങ്ങോട്ട് റെഫറൻസ് ചെയ്യാം. നിങ്ങൾക്കും ആ പേഷ്യൻസിന്റെ പിന്നെ ഹെൽത്ത് റെഫർ ചെയ്യാം. തീർച്ചയായിട്ടും ഒരു വെൽനസ് ഓൺട്രപ്രണർ എന്ന നിലവിൽ അതിന്റെ പ്രയോജനം എടുക്കാൻ സാധ്യമാണ്.